കേന്ദ്ര സർക്കാരിനെതിരായ പ്രമേയം ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുകയും ഗ്രാന്റുകൾ തടഞ്ഞുവെക്കുകയും ചെയ്ത നടപടി കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്നാവശ്യപ്പെടുന്നതാണ് പ്രമേയം. ധനമന്ത്രി കെ.എൻ. ബാലഗോപാലാണ് പ്രമേയം അവതരിപ്പിക്കുക. അതേസമയം ശൂന്യവേളയിൽ സഭ പ്രക്ഷുബ്ധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. നൃപൻ ചക്രവർത്തിയുണ്ട് തിരുവനന്തപുരത്തു നിന്നും കൂടുതൽ വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് നൃപൻ. വലിയ തോതിൽ കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് എന്ന പ്രചാരണത്തിന്റെ നിജസ്ഥിതി എന്താണ് എന്ന വിഷയത്തിൽ കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളം നീണ്ട ചർച്ചയടക്കം നടന്നതാണ്. കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചു. കേരളം വീണ്ടും പടിക്ക് പുറത്തു തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥ തുടരുന്നു. ഇനിയിപ്പോൾ കേരളത്തിന്റെ ഭാഗത്തു നിന്ന് ഈ നിലയ്ക്കുള്ളൊരു പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് തന്നെ ഈ നിലപാടുകൾക്കൊക്കെയും തുടർച്ചയുണ്ടാകാൻ പോകുന്നു. കാവ്യ, തീർച്ചയായും ചട്ടം 118 അനുസരിച്ച് കേരളത്തിൻ്റെ പൊതുവികാരം രാജ്യത്തെ അറിയിക്കുക, കേന്ദ്ര സർക്കാരിനെ അറിയിക്കുക എന്ന് തന്നെയാണ് സർക്കാർ ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഐകകണ്ഠേന കേരളത്തെ സാമ്പത്തികമായി തകർക്കുന്ന കേന്ദ്ര സമീപനത്തിനെതിരെയുള്ള പ്രമേയം ഇന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ മുന്നോട്ട് വയ്ക്കുക. പ്രതിപക്ഷത്തിൻ്റെ കൂടെ പിന്തുണയോടുകൂടി ഐകകണ്ഠേന കേരളത്തിൻ്റെ പൊതുവികാരം കേന്ദ്ര സർക്കാരിനെ അറിയിക്കണമെന്നാണ് സർക്കാരിൻ്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രമേയത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്, ഒന്ന്, ഫെഡറൽ തത്വങ്ങളെ പൂർണ്ണമായി കേന്ദ്ര സർക്കാർ ലംഘിക്കുകയാണ്. സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമായി ഈ കേന്ദ്ര സർക്കാരിൻ്റെ സമീപനങ്ങൾ ഓരോന്ന് പോകുന്നു. അതുകൊണ്ട് തന്നെ ഭരണഘടനാപരമായിട്ടുള്ള സംസ്ഥാന സർക്കാരിനുള്ള അവകാശങ്ങൾക്ക് നേരെയുള്ള കൈകടത്തലാണ് ഓരോ നടപടിയും. കേന്ദ്രത്തിൻ്റെ അർഹമായിട്ടുള്ള കേരളത്തിന് ലഭിക്കാനുള്ള നികുതി വീതം വെട്ടിക്കുറിക്കുന്ന അവസ്ഥയുണ്ട്. കേന്ദ്ര പദ്ധതികളിൽ സംസ്ഥാനത്ത് ലഭിക്കേണ്ട പദ്ധതി വിഹിതം ലഭിക്കുന്നില്ല. ഒപ്പം തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളടക്കം നിലയ്ക്കുന്ന ഘട്ടത്തിലേക്ക് ഒരു സംസ്ഥാനത്തെ കൊണ്ടുചെന്ന് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നു എന്ന നിശിതമായ വിമർശനം തന്നെയാണ് കെ.എൻ. ബാലഗോപാൽ ഇന്ന് ചട്ടം 118 അനുസരിച്ച് സഭയിൽ അവതരിപ്പിക്കുന്ന പ്രമേയത്തിൽ പറയുന്നത്. പ്രമേയത്തിൻ്റെ ആദ്യ ഭാഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരങ്ങൾക്കും നിയമനിർമ്മാണാധികാരങ്ങൾക്കും മേൽ വലിയ രീതിയിലുള്ള കടന്നുകയറ്റമാണ് അടുത്ത കാലത്ത് നമ്മുടെ രാജ്യത്ത് നടന്നു വരുന്നത്. ഭരണഘടനാപരമായി സംസ്ഥാനങ്ങൾക്കുള്ള അധികാരങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ചില നടപടികൾ ഇത്തരം സമീപനങ്ങളിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു. സാമൂഹ്യക്ഷേമം ഉൾപ്പെടെ ആകെ ചെലവുകളുടെ സിംഹഭാഗവും ഇന്ത്യയിൽ സംസ്ഥാനങ്ങളാണ് നിലവിൽ വഹിക്കുന്നത്. എന്നാൽ റവന്യൂ വരുമാനത്തിൻ്റെ ഗണ്യമായ പങ്ക് യൂണിയൻ ഗവൺമെൻറ്റിനാണ്. ഈ അസന്തുലിതാവസ്ഥ പരിഹരിക്കാനുള്ള ഭരണഘടനാപര മാർഗമാണ് ധനകാര്യ കമ്മീഷനുകൾ. 15ാം ധനകാര്യ കമ്മീഷൻ സംസ്ഥാനത്തിൻ്റെ വിഹിതം നിശ്ചയിച്ചപ്പോൾ തന്നെ വലിയ നഷ്ടമാണ് കേരളത്തിനുണ്ടായത്. അതിനു പുറമെയാണ് 15ാം ധനകാര്യ കമ്മീഷൻ്റെ അംഗീകരിക്കപ്പെട്ട ശുപാർശകളെ മറികടന്നുകൊണ്ട് കേന്ദ്ര സർക്കാർ കേരളത്തിൻ്റെ വായ്പാ പരിധി 2021-22 മുതൽ മുൻകാല പ്രാബല്യത്തോടെ വെട്ടിക്കുറച്ചത്. കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് രാഷ്ട്രപതിയുടെ അനുമതി കൂടി പാർലമെൻറ്റിലെ ഇരുസഭകളെയും അറിയിച്ച ശുപാർശകളെ കാറ്റിൽ പറത്തുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരും ധനകാര്യ മന്ത്രാലയവും വായ്പാ കാര്യത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത് എന്ന തരത്തിലുള്ള നിശിതമായ വിമർശനം ഈ ചട്ടം 118 അനുസരിച്ചുള്ള പ്രമേയത്തിൽ പറയുന്നുണ്ട്. കേരളം അഭിമുഖീകരിക്കുന്ന വർഷങ്ങളായി കേരളം ഈ BJP സർക്കാർ, കേന്ദ്ര സർക്കാർ, സംഘപരിവാർ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കേരളത്തിനെതിരെയുള്ള കടന്നുകയറ്റം അതിരൂക്ഷമായി തുടരുന്നു. രാഷ്ട്രീയമായി BJP ഇതര സർക്കാരുകളെ കടന്നാക്രമിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ പൊതുവിൽ സ്വീകരിക്കുന്നത്. അത് കേരളത്തിനെതിരെ വളരെ രൂക്ഷമായി. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന രാജ്യത്തെ മുഖ്യമന്ത്രിമാരിൽ പ്രബലനായിട്ടുള്ള മുഖ്യമന്ത്രിയാണ്. ഈ പറഞ്ഞ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലടക്കം നിശ്ചിതമായി കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇങ്ങനെ രാഷ്ട്രീയപരമായിട്ടുള്ള എതിർചേരിയിൽ നിൽക്കുന്നു എന്നുകൊണ്ട് തന്നെ വൈരാഗ്യ ബുദ്ധിയോടുകൂടി കേന്ദ്ര സർക്കാർ കേരളത്തിനോട് ഈ സമീപനം സ്വീകരിക്കുന്നു എന്ന രാഷ്ട്രീയപരമായ വിമർശനം കൂടി സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിന് അവകാശപ്പെട്ട ഓരോ പൗരന്മാർക്കും അവകാശപ്പെട്ട ന്യായമായ അവകാശങ്ങൾ, ന്യായമായ തുക, വായ്പാ പരിധി ചുരുക്കിയതടക്കം അവസാന പാദത്തിൽ 5700 കോടി രൂപയാണ് അവസാനം കേരളത്തിൻ്റെ വായ്പാ കടമെടുപ്പ് പരിധിയെ പൂർണ്ണമായി കേന്ദ്ര സർക്കാർ തടഞ്ഞത്. ഇങ്ങനെ വളരെ തരത്തിൽ ഏതെല്ലാം തരത്തിൽ ഒരു സംസ്ഥാന സർക്കാരിനെ പൂർണ്ണമായി സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കാൻ കഴിയുമോ ആ ഘട്ടങ്ങളിലെല്ലാം കേന്ദ്ര സർക്കാർ അതിൻ്റെ ഭാഗമായി നിൽക്കുന്നു എന്നതാണ്. അതുകൊണ്ട് അതിരൂക്ഷമായ വിമർശനമായിരിക്കും ഇന്ന് ഈ പ്രമേയത്തിലൂടെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുക. ഇക്കാര്യത്തിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് കൂടി ഇന്ന് സഭയിൽ നിർണായകമായി മാറും. കാരണം ഇത്തരത്തിൽ ഐകകണ്ഠേന ഒരു പ്രമേയം കൊണ്ടുവരുമ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷം അതിനൊപ്പം നിൽക്കുമോ എന്നൊരു ചോദ്യമുണ്ട്.
ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കം വരുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ ഇക്കാര്യത്തിൽ എന്ത് അഭിപ്രായം പറയും? പ്രതിപക്ഷ നേതാവ് ഒപ്പം തന്നെ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും മറ്റ് കക്ഷികളുടെ നേതാക്കൾക്കൊക്കെ തന്നെ ഇക്കാര്യത്തിൽ പ്രമേയത്തെ സംബന്ധിച്ച് സംസാരിക്കും. അതിൽ അവരുടെ നിലപാട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഇന്ന് കേരള നിയമസഭയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാർ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഇടക്കാല ബഡ്ജറ്റ് ആണെങ്കിൽ പോലും കേരളത്തെ പൂർണ്ണമായി അവഗണിക്കുന്നൊരു ബഡ്ജറ്റാണ്. അതിൻ്റെ കൂടി രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് കേന്ദ്ര ബഡ്ജറ്റിനെതിരെയുള്ള നിശിതമായ വിമർശനം സഭയിലുണ്ടാകും. ഒപ്പം തന്നെ കേരളത്തിൻ്റെ ഈ കാര്യങ്ങളിലുള്ള ആശങ്ക കേന്ദ്ര സർക്കാരിനെ അറിയിക്കാനുള്ളൊരു അവസരം കൂടിയാണ്. ഇക്കാര്യത്തിൽ പ്രതിപക്ഷം എന്ത് നിലപാടെടുക്കുമെന്നത് കൂടി ഏറെ നിർണായകമാണ്. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് സഭ ഈ അടിയന്തര പ്രമേയവുമായി വന്ന് പ്രതിപക്ഷം സാധാരണ സഭയിൽ സ്വീകരിക്കുന്നത് പോലെ പ്രക്ഷുബ്ധമായ അവസ്ഥയിലേക്ക് പോയി കാര്യങ്ങൾ കൂടുതൽ സഭയ്ക്കുള്ളിൽ പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള അവസരമായി പ്രതിപക്ഷം ഇതിനെ മാറ്റുമെന്നാണ്. അങ്ങനെ സഭ വിട്ട് പ്രതിപക്ഷം ഇറങ്ങുകയാണെങ്കിൽ ഈ പ്രമേയം ഐകകണ്ഠേന പാസ്സാകുക സാധ്യമല്ല. പക്ഷേ ഇക്കാര്യത്തിൽ പ്രതിപക്ഷം വിട്ടുനിൽക്കുകയാണെങ്കിൽ അത് സ്വാഭാവികമായും ജനങ്ങൾ ചർച്ച ചെയ്യുക തന്നെ ചെയ്യും. കാവ്യ, ഇപ്പോൾ കേന്ദ്ര നിലപാടുകൾക്കും നയങ്ങൾക്കുമെതിരെ സംസ്ഥാനത്തിൻ്റെ വലിയൊരു പ്രതിഷേധം ദില്ലിയിൽ അരങ്ങേറാനിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ പോലും ഈ പ്രതിപക്ഷം സ്വീകരിക്കുന്ന നിലപാടുകൾ എപ്പോഴും പൊതുസമൂഹത്തിന് മുന്നിൽ വലിയ ചർച്ചയാവുകയാണ്. പ്രത്യേകിച്ച് പൊതുജനങ്ങൾക്കൊരു വലിയ തിരിച്ചറിവുണ്ട്. ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നു, കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സമീപനം എന്താണ്? നിർമ്മൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബജറ്റിലടക്കം എങ്ങനെയാണ് കേരളത്തെ വളരെ കൃത്യമായി അവഗണിക്കുന്നത് എന്നത് സംബന്ധിച്ച് കണക്കുകൾ നിരത്തിക്കൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ധനമന്ത്രി അടക്കം മുഖ്യമന്ത്രി അടക്കമുള്ളവർ സഭയിൽ വ്യക്തമാക്കിയതുമാണ്. പ്രതിപക്ഷം ഒപ്പം നിന്നേ മതിയാവുകയുള്ളൂ എന്നൊരു സാഹചര്യം കൂടിയാണ് മുന്നിലുള്ളത്. കാവ്യ അവസാനം സൂചിപ്പിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേന്ദ്ര ബഡ്ജറ്റ് കഴിഞ്ഞ ദിവസം കടന്നുപോയതാണ്. കേരളത്തിൻ്റെ ചിരകാല പതിറ്റാണ്ടുകളായിട്ടുള്ള ആവശ്യമാണ് എയിംസ്. ഒപ്പം തന്നെ റെയിൽവേ മേഖലയിലുള്ള പദ്ധതികൾ, അവഗണന, കോച്ച് ഫാക്ടറി, ഒപ്പം റബ്ബർ മേഖലയിലെ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കണമെന്ന കേരളത്തിൻ്റെ ചിരകാലമായിട്ടുള്ള അഭിപ്രായം. ഇങ്ങനെ കാർഷിക മേഖലയെ പൂർണ്ണമായി അവഗണിക്കുന്നു. കേരളത്തിൻ്റെ പുരോഗതിയെ സംബന്ധിച്ചിട്ടുള്ള വ്യവസായങ്ങൾ, കേരളത്തിൻ്റെ പുതിയ പദ്ധതികൾ, റെയിൽവേ രംഗത്തുള്ള പൂർണ്ണമായ അവഗണന, എയിംസ് പോലെയുള്ള കേരളം ആഗ്രഹിക്കുന്ന എല്ലാ അർത്ഥത്തിലും എയിംസിന് അർഹമായിട്ടുള്ളൊരു സംസ്ഥാനമാണ് കേരളം. മറിച്ച് BJP ഭരിക്കുന്നത് കൊണ്ട് മാത്രം എതിർചേരിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ളത് കൊണ്ട് മാത്രം കേരളത്തിന് ഇത്തരം പദ്ധതികൾ പൂർണ്ണമായി അവഗണിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കർഷകർ നേരിടുന്ന വലിയ വെല്ലുവിളി, അത് ഏത് സർക്കാർ, ഇടത് വലത് സർക്കാർ ഭരിക്കുമ്പോഴൊക്കെ തന്നെ കേരളത്തിലെ കർഷകർ ആവശ്യപ്പെടുന്നത് റബ്ബർ കർഷകരുടെ വില നിർണ്ണയ അവകാശമാണ്. അതിൽ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കുക വഴിയാൽ മാത്രമേ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ വില ലഭിക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ തന്നെ കേരളത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ ആവശ്യപ്പെടുന്ന കാര്യമാണ്. അത്തരം ആവശ്യങ്ങളൊക്കെ തന്നെ പൂർണ്ണമായി നിരാകരിക്കുന്ന സമീപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. മറ്റൊന്ന്, കാവ്യ സൂചിപ്പിച്ചതുപോലെ ഒരു സർക്കാരിനെ സംബന്ധിച്ച് എന്തൊക്കെ ചെയ്യാൻ കഴിയും? സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഫെഡറൽ തത്വങ്ങൾക്കനുസരിച്ച് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സഹകരിക്കേണ്ട മേഖലകളിലുണ്ട്. കാരണം കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന നികുതി പിരിവിൻ്റെ അവകാശം, അതിൻ്റെ വിഹിതം ലഭിക്കാൻ കേരളത്തിന് അവകാശമുണ്ട്. അതിൽ കേന്ദ്ര സർക്കാർ സമീപനം സ്വീകരിക്കുന്നില്ല. അപ്പോൾ പൊതുപ്രക്ഷോഭം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുന്നു. ദില്ലിയിലേക്ക് ഈ മാസം 8-ാം തീയതിയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും ദില്ലിയിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുന്നത്. ഒപ്പം തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. നിയമപരമായ നടപടികളും വഴികൾ തേടുന്നു. അതിനൊപ്പമാണ് നിയമസഭയ്ക്കുള്ളിൽ കേരളത്തിൻ്റെ ഐകകണ്ഠേന ജനങ്ങളുടെ അവകാശം സംബന്ധിച്ച് സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രമേയവും കൂടി സർക്കാർ പാസ്സാക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷമോ പ്രതിപക്ഷമോ ഭരണപക്ഷമോ എന്നുള്ളതല്ല, ഏത് സർക്കാർ ഇവിടെ അധികാരത്തിൽ വന്നാലും കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട ക്ഷേമ പെൻഷനുകൾ, പദ്ധതികളുടെ വിഹിതം ഇവയെല്ലാം ലഭിക്കാനുള്ള അവകാശമുണ്ട്. അത് നേടിയെടുക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പ്രമേയം കൊണ്ടുവരുന്നത്. ചട്ടം 118 അനുസരിച്ച് പ്രമേയം ധനമന്ത്രി KN ബാലഗോപാലാണ് സഭയിൽ വായിക്കുക. ഇക്കാര്യത്തിൽ പ്രതിപക്ഷം എന്ത് സമീപനം സ്വീകരിക്കുന്നു എന്ന് കാവ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യത്തിൽ പ്രതിപക്ഷം സഭയിൽ ആ ഘട്ടത്തിൽ എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നത്, പ്രതിപക്ഷ നേതാവും ഉപനേതാവും ഒക്കെ അത് ജനങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്. സഭ ഇന്ന് പ്രക്ഷുബ്ധമാക്കാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട് എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രമേയം ചർച്ച ചെയ്യുമ്പോൾ പ്രതിപക്ഷം സഭയിൽ ഉണ്ടാകുമോ, ആ സമയത്ത് പ്രതിപക്ഷം ഇറങ്ങിപ്പോകുമോ എന്ന കാര്യമൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കാവ്യ. ശരി നിർബൻ, താങ്ക് യു. എന്തായാലും നിർബൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കാത്തിരുന്ന് തന്നെ കാണണം. ഈ ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷം പൂർണ്ണമായും
സംസ്ഥാന സർക്കാരിനൊപ്പം പൊതുജന വികാരത്തിനൊപ്പം നിൽക്കുക എന്ന വലിയൊരു ബാധ്യത കൂടിയുണ്ട്. ഒരുപക്ഷെ ഇത്തരം വിഷയത്തിൽ സംസ്ഥാനത്തെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്ന ഈ ഒരു വലിയ സാമ്പത്തിക ഞെരുക്കത്തിലേക്കടക്കം കൊണ്ടിടുന്ന കേന്ദ്ര സർക്കാർ നിലപാടിൽ എന്താണ് പ്രതിപക്ഷത്തിന്റെ യഥാർത്ഥ നിലപാട് എന്നുള്ളതിൽ ഒരിക്കൽ കൂടി ആവർത്തിച്ചുറപ്പിക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും. പ്രത്യേകിച്ച് ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് അടക്കം നിയമസഭയിൽ എത്താൻ പോകുന്ന ഒരു ദിവസം കൂടിയാണ്. ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയം നിയമസഭയിലേക്ക് കൊണ്ടുവന്ന പ്രതിപക്ഷത്തിന് നന്ദി പറഞ്ഞൊരു മുഖ്യമന്ത്രിയും സർക്കാരുമാണ് നമുക്കൊപ്പം നിലകൊള്ളുന്നത് തന്നെ. അപ്പോൾ ഈ ഘട്ടത്തിൽ 100% പ്രതിപക്ഷം ഇന്ന് സ്വീകരിക്കുന്ന നിലപാട് എന്നത് തന്നെയായിരിക്കും ഇപ്പോൾ സഭ തുടങ്ങാനിരിക്കുന്ന മണിക്കൂറുകളിൽ ഏറ്റവും വലിയ ചർച്ചയാകുന്നതും.